നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്ന് ക്ഷേത്രം ഒരുക്കി വെച്ചത് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നല്ലേ. എന്റെ കണ്ണീന്ന് ഇപ്പോഴും പോയിട്ടില്ലത്. എന്റെ കയ്യിലുള്ള മുഴുവൻ ശക്തികളും ഒരു വിശേഷപ്പെട്ട യന്ത്രവും ഞാൻ നിനക്ക് നൽകുന്നതാണ്. ഡ്രൈവർ, വണ്ടി ഒതുക്കി നിർത്ത്. സാംബ, ഇനിയും ആ ആത്മാവിനെ വെറുതെ വിടാൻ പാടില്ല. ഗ്രഹണം തീരുന്നതിന് മുമ്പ് ആ ജീവൻ എടുത്തേ മതിയാവൂ. ഏട്ടാ, എന്താ മഞ്ജരി, അനാമികയോട് സംസാരിച്ചായിരുന്നോ? ഇല്ല ഏട്ടാ, ഞാനും ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവള് സംസാരിക്കുന്നില്ല. ഭയങ്കര ദേഷ്യത്തില അവള്. അത്രയ്ക്ക് ദേഷ്യപ്പെടാൻ എന്താ ഉള്ളേ? ഞാൻ അവൾക്കെതിരായി എന്തെങ്കിലും ചെയ്തോ? ഏട്ടാ, എന്ത് തന്നെയായാലും അവളുടെ ഈ ഇഷ്ടത്തെ കുറച്ച് പക്വതയോടെ ഹാൻഡിൽ ചെയ്യണമായിരുന്നു. ശരി, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ അതിന് ഞാനെന്താ ചെയ്യണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ അവളുടെ നന്മ മാത്രം ഞാൻ ആഗ്രഹിച്ചേ. പക്ഷെ അവളോ അച്ഛനും വേണ്ട കുടുംബവും വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടറിഞ്ഞ് പോയില്ലേ? അപ്പൊ തെറ്റാരുടെ ഭാഗത്താ? അളിയാ, ഇങ്ങനെ പരസ്പരം തമ്മിൽ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അനാമികയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? അവളങ്ങനെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാ പറയുന്നേ? അനാമിക ഏട്ടന്റെ മോളാ. ഏട്ടൻ പോയി വിളിച്ചാ അവള് വരാതിരിക്കോ? അത് ശരി,
അപ്പൊ ഇറങ്ങിപ്പോയവളെ ഞാൻ തിരിച്ചു വിളിക്കണം. ഇറങ്ങിപ്പോയത് ഒരു തെറ്റല്ല ഏട്ടാ. ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇറങ്ങിപ്പോയി എന്നുള്ളതാ പ്രധാനം. അനാമികയെ പിരിഞ്ഞ് ഏട്ടൻ എങ്ങനെ ഇരിക്കുന്നെ? ഇപ്പൊ ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുന്ന കേട്ട് അത്ഭുതം എനിക്ക് തോന്നുന്നേ. ഒരു രാത്രി അവള് വീട്ടിൽ വരാതിരുന്നപ്പോ ഏട്ടൻ എന്തുമാത്രം വിഷമിച്ചതാ. ആ ഇഷ്ടമൊക്കെ ഇപ്പൊ എവിടെ പോയി? എന്റേത് ലവ് മാരേജ് തന്നെയായിരുന്നില്ലേ? എന്നിട്ട് എന്നെ ഏട്ടൻ അംഗീകരിച്ചില്ലേ? അനിയത്തിക്ക് വേണ്ടി വാശി ഉപേക്ഷിച്ച ഏട്ടൻ എന്താ മോളുടെ കാര്യത്തില് ഇങ്ങനെ പിടിവാശി പിടിക്കുന്നെ? അളിയ, ഞങ്ങളുടെ മക്കളെ സ്വന്തം മക്കളായി കാണുന്ന ആളല്ലേ നിങ്ങള്. നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോ ഞങ്ങൾക്കത് സഹിക്കാനാവില്ല അളിയ. നിങ്ങൾ ഒരേ ഒരു തവണ വിളിച്ചു നോക്കി അവൾ എന്തായാലും വരും അളിയ. അതിനുശേഷം എല്ലാം ശരിയാവും. ശരി, നമ്മളെ പറ്റി മറന്നേക്ക്. ഏട്ടത്തെ പറ്റി ഒന്ന് ആലോചിച്ച്. അനാമിക ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അവരെത്രമാത്രം വിഷമിക്കുന്നറിയോ? ആയിക്കോട്ടെ. ജയന്തി എന്തേ? റൂമില് റെസ്റ്റ് എടുക്ക. ഞാൻ അവളുമായി സംസാരിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം. ജയന്തി, ജയന്തി, എന്താടോ ഇത്? അനാമികയെ പറ്റി വിചാരിച്ചോണ്ടിരിക്കുക? നീ എന്നോട് ക്ഷമിക്ക്. നമ്മുടെ മോള് നമ്മളെ ഇട്ടിട്ട് പോകാനുള്ള കാരണക്കാരൻ ഞാൻ തന്നെ. അത് മാത്രമല്ല, അനാമികയില്ലാത്തോണ്ട് ഈ വീട് തന്നെ ഉറങ്ങിപ്പോയിരിക്കുക. ഞാൻ അല്പം ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ ആവില്ലായിരുന്നു. തെറ്റായിപ്പോയി. നീ എന്നോട് ക്ഷമിക്കേ. എന്താ ഏട്ടാ, എന്തിനാ ഏട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഏട്ടൻ പറഞ്ഞതുപോലെ അനാമികയില്ലാതെ വീട് ഉറങ്ങിയതുപോലായി. എന്നാ അവള് തീർച്ചയായിട്ടും വരും. എനിക്ക് തോന്നുന്നില്ല. എന്റെ മോളെ എനിക്കറിയാം. അനാമിക എവിടെയാണെങ്കിലും അവൾ ഓടി വരും. എനിക്ക് അവളെ അത്രയ്ക്ക് വിശ്വാസോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അവള് തീർച്ചയായിട്ടും വരും. ജയന്തി, നീ എന്തൊക്കെയാ പറയുന്നേ? അതെ, ഇന്നലെ തൊട്ട് ഞാൻ ഒരു മരുന്നും കഴിച്ചിട്ടില്ല. ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് അനാമികയോട് നിങ്ങൾ പറയണം. അവള് തീർച്ചയായിട്ടും വരും. എനിക്ക് അത്രയ്ക്കും വിശ്വാസം അവളെ. ജയന്തി, നീ എന്തൊക്കെയാ കാണിക്കുന്നേ? അതിനിതാണോ ചെയ്യണ്ടേ? എല്ലാ ഈ വീടിന്റെ സന്തോഷത്തിന് വേണ്ടിയാ. മണ്ടത്തരം പറയാ. നിന്റെ ഈ അസുഖത്തിനെ ഒരു നേരത്തെ മരുന്ന് സ്കിപ്പ് ചെയ്താൽ പോലും എന്തൊരു വലിയ റിസ്ക് ആണെന്നറിയോ? കുഴപ്പമില്ല ഏട്ടാ. എന്ത് തന്നെയാണെങ്കിലും എന്റെ മോളെന്നെ കാണാൻ വരൂ ഏട്ടാ. എനിക്ക് അത് മതി, മതി. ജയന്തി, ജയന്തി, മഞ്ജരി, പാർത്തി, മഞ്ജരി, ഒന്ന് വേഗം വാ. ഇവിടെ മരുന്ന് കഴിക്കാത്തോണ്ട് ആകെ പ്രശ്നമായിരിക്കുക. എന്താ പറ്റിയടാ? നീ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് വേഗം ആ ഡോക്ടറോട് ഇങ്ങോട്ട് വരാൻ പറ. പാർത്തി, ഒന്ന് വേഗം വിളിക്കേ. കോള് പോകുന്നുണ്ടല്ലേ? ഹലോ ജയന്തി, എന്താ എത്ര നേരിട്ട് എന്താന്ന് അറിയില്ലല്ലോ മോളെ. അമ്മേ, അച്ഛ വരുന്നുണ്ട്. താമസിക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? മരക്കുമ്പിളിൽ എന്തുണ്ട്? കുമ്പിട്ടിരിപ്പാണു മാനത്തെ കൊമ്പനാന പുറത്ത്. എന്താ മോളെ, എന്താ പ്രശ്നം? എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞേ? അച്ഛ, വീട്ടിൽ ഒരാളെ അച്ഛൻ കൊണ്ടുവന്നില്ലേ? അതെ, തുളസി. അയാള് നന്ദന്റെ ഫോട്ടോ കയ്യിലെടുത്ത് അതിൽ നോക്കി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക അച്ഛ. അതുകൊണ്ട് അച്ഛനെ ഫോൺ ചെയ്ത്. നന്ദയുടെ ഫോട്ടോ കാണിച്ചിട്ട് എന്താ പറയുന്നേ? അയ്യടാ, നിങ്ങളല്ലേ അയാളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അപ്പൊ നിങ്ങൾ തന്നെ പോയി ചോദിക്കുക എന്താണ്. നീ എന്തിനാണ് വെറുതെ കിടന്ന് ചൂടാകുന്നേ? ആൾക്കാരോട് എങ്ങനെ പെരുമാറേണ്ടെന്ന് പോലും അറിയില്ല. വെറുതെ എന്നെ കൊണ്ട് നീ വാ മോളെ, നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് തലയിൽ വെക്കും.
തുളസി എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ എന്താ സംഭവം? ആ ഇതെന്റെ മോൻ നന്ദയല്ലേ? ആ അവരിപ്പോ ചെന്നൈയിലാ ജോലിക്കാരിയായിട്ട് പോയേക്ക. എന്താ മോളെ ഇദ്ദേഹം പറയുന്നത്? അച്ഛാ ഇദ്ദേഹത്തിന് നന്ദനെ കാണണമെന്ന് പറയണമെന്നാ തോന്നുന്നേ. ഓ അതെ, അവൻ ചെന്നൈയിൽ ജോലിക്ക് പോയേക്കല്ലേ. അത് കഴിഞ്ഞാൽ ഉടനെ അവനിക്ക് വരും, അപ്പൊ കാണാം. ഇപ്പൊ എന്താ മോളെ പറഞ്ഞത്?